കർക്കിടക മാസത്തെ വരവേൽക്കാൻ കോട്ടയം ജില്ലയിലെ 4 അമ്പലങ്ങൾ ഒരുങ്ങി. രാമപുരത്ത് പുലർച്ചെ 4 മണിയോടെ തന്നെ ഭക്തർ ദർശനത്തിനായി എത്തിത്തുടങ്ങി. ഉച്ചപൂജയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഐശ്വര്യമാണ് എന്നാണ് വിശ്വാസം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം പാലലോചനം മുനിസിദ്ധസേവാതിസേവ്യം നീതലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസങ്ങളിൽ, മലയാള മാസങ്ങളിൽ കർക്കിടകത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്നാണ്. ഈ കർക്കിടക മാസത്തിലാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ജനനം. അവരുടെ ജന്മമാസമാണ് രാമായണ മാസം എന്ന് പറയും. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ ശ്രീരാമചന്ദ്രൻ കുടികൊള്ളുന്ന രാമപുരം ക്ഷേത്രത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് യാത്ര പോയാലോ? എനിക്ക് വളരെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഭഗവാൻ ചതുർബാഹുവായിട്ട് ഉള്ള വിഗ്രഹമാണ് അവിടെ കാണുന്നതും. പിന്നെ രാമപുരത്ത് വാര്യർ എന്ന പേര് കേട്ട പ്രസിദ്ധനായ അദ്ദേഹമാണ് ഈ ഭഗവാനെ എന്നും മാലകെട്ടി ചാർത്തിക്കൊണ്ടിരുന്നതും. രാമപുരത്തിനും പിന്നെ ഒരുപാട് മാഹാത്മ്യങ്ങളുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമുക്കവിടെ എപ്പോഴും അനുഗ്രഹങ്ങളുണ്ടാവും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രത്യേകത. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അമ്പും വില്ലും നടക്കെ വെച്ച് തൊഴുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂടപ്പലം ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. ഇതാണ് ഭഗവാന്റെ ആദിശേഷൻ്റെ അവതാരമാണ് ഈ ലക്ഷ്മണൻ എന്നാണ് ഞങ്ങൾ സങ്കല്പം. ഈ ക്ഷേത്രത്തിലെ ഗദ നടക്കി വയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് കണക്കാക്കുന്നത്. ഇതാ നമ്മളിപ്പോൾ 3ാമത്തെ ക്ഷേത്രമായ ഭരതസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീരാമസ്വാമിയുടെ സഹോദരനാണ് എന്നുള്ളതും ശംഖിൻ്റെ അവതാരമാണ്. മഹാവിഷ്ണുവിൻ്റെ ശംഖ് എന്നുള്ള അവതാരമാണ് ഈ ഭരതസ്വാമി എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ശംഖപൂജയാണ് അവിടുത്തെ പ്രധാന വഴിപാട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് മീനൂട്ട്. മീനൂട്ട് നടത്തി കഴിഞ്ഞാൽ വളരെ വിശേഷമാണെന്ന് സങ്കല്പമുണ്ട്. ഇപ്പോൾ നമ്മൾ നാലമ്പലത്തിൻ്റെ 4ാമത്തെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശത്രുഘ്നസ്വാമിയാണ്. ശത്രുഘ്നസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുദർശന ചക്രത്തിൻ്റെ സങ്കല്പമാണ് ശത്രുഘ്നന്. അപ്പം ഇവിടെ സുദർശനം നടക്കെ വെച്ച് തൊഴുന്നത് വളരെ വിശേഷമാണ്. 4 അമ്പലത്തിലും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിനോട് ചേർന്ന് ദേവീക്ഷേത്രവും ഉണ്ട്. എല്ലാ ക്ഷേത്രത്തിൻ്റെ അടുത്തും ഒരു ദേവീക്ഷേത്രം ഉണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ ഈ 4 അമ്പലങ്ങളും ദർശനം കഴിഞ്ഞ് വീണ്ടും ഏട്ടനായ ശ്രീരാമസ്വാമിയുടെ സമീപത്ത് അവിടെ ആ ക്ഷേത്രത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ എല്ലാവരെയും കണ്ടിട്ട് ഭഗവാനെ വണങ്ങുക എന്നുള്ളതാണ് പ്രധാനം. ഈ 4 ക്ഷേത്രങ്ങളും ദർശനം കഴിഞ്ഞ് ലാസ്റ്റ് ഈ ശ്രീരാമസ്വാമിയെ വണങ്ങിയതിന് ശേഷമേ 4 അമ്പല ദർശനം പൂർത്തിയാകുകയുള്ളൂ എന്നാണ്.